ഹീറ്റ്, ഇന്റേണൽ എനർജി ആൻഡ് വർക്ക്. ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഊഷ്മാവും താപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഊഷ്മാവ് എന്നാൽ ടെമ്പറേച്ചർ, താപം എന്നാൽ ഹീറ്റ്, താപോർജം ഹീറ്റ് എനർജി. ഓക്കെ. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം രണ്ടോ അതിലധികമോ സിസ്റ്റങ്ങളോ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി. Heat is the form of energy transferred between two or more systems or systems and its surroundings by virtue of temperature difference. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് ഹീറ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹീറ്റ് എനർജിയാണ്. ഓക്കെ. ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി എന്നാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തുകയാണ്. ഇനി നമുക്ക് ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ഗ്യാസ് സിലിണ്ടറിൽ എടുത്തിരിക്കുന്നു, അതിനൊരു പിസ്റ്റൺ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവ എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. അപ്പോഴേക്കും ആ കിട്ടുന്ന എനർജി എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ നമ്മുടെ ചക്രം കറക്കാനായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. വെൻ ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, the system use part of its energy to increase the kinetic energy of the molecules and the remaining part to do external work. ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും മോളിക്യൂൾസിന്റെ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുപോലെ എക്സ്പാൻഷന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ. ഈ ചക്രത്തിനെ കറക്കുന്നതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റ് പല ഫോം ഓഫ് യൂസ്ഫുൾ വർക്കായിട്ടും എക്സ്പാൻഷന്റെ സമയത്തുണ്ടാകുന്ന ഇന്റേണൽ എനർജിയെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്. ഈ ഭാഗത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. The first law of thermodynamics states that the amount of heat given to a system is equal to the sum of the increases in internal energy of the system and the external work done. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാൻ, മറ്റൊന്ന് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ. ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഹീറ്റ് എനർജി പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് ആ ഇന്റേണൽ എനർജി പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. കൈനറ്റിക് എനർജി കൂടുന്നു, അതിന്റെ ഫലമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം അത് കാണപ്പെടുന്നത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു. ഇനി ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വർക്ക് എന്നാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫോഴ്സ് എന്നാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇൻറ്റു ഏരിയ. പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വോളിയത്തിലുണ്ടാവുന്ന വ്യത്യാസം, എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്ത് ഗ്യാസ് പിസ്റ്റൺ മാറുന്നു എന്നുള്ളത്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ delta W is equal to P into delta V, pressure into change in volume. This is first law of thermodynamics. Delta Q equal to delta U plus delta W. Okay. Work done is force into displacement. Force എന്നാൽ pressure into area
പിന്നെ ഡിസ്പ്ലേസ്മെന്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. പിസ്റ്റൺ എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. This is first law of thermodynamics. The amount of heat energy given to the system, delta Q, is used to increase the internal energy of the gas molecules and for work done during expansion. We will derive today an expression for the work done during an isothermal process. Okay? What is an isothermal process? An isothermal process is one in which the pressure and volume of the system change but temperature remains constant. പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും, പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ് എന്നറിയപ്പെടുന്നത്. വെറുതെ അങ്ങ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താനൊന്നും പറ്റില്ല. അതിന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ കണ്ടീഷനുകൾ? First condition, the walls of the container must be perfectly conducting to allow free exchange of heat between the system and the surroundings. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വെസലിന്റെ, ഗ്യാസിനെ ഹീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വെസലിന്റെ വാൾസ് കണ്ടക്ടിങ് വാൾസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് allow free exchange of heat between the system and the surroundings. Okay? Compression process ഉണ്ടാവും, എക്സ്പാൻഷൻ പ്രോസസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിരിക്കണം. So that there should be sufficient time for the exchange of heat. Okay? കംപ്രഷനും എക്സ്പാൻഷനും ഒക്കെ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം ആവശ്യം പോലെ കിട്ടണം. പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താവും എന്ന് നോക്കാം. നമ്മളിവിടെ സർട്ടൻ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിനൊരു പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കണ്ടക്ടിംഗ് ആണ്. ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് പോസിബിൾ ആണ്. P1 V1 T ആണ് ആദ്യം ഉള്ള പ്രഷറും വോളിയവും. ടെമ്പറേച്ചറും ഗ്യാസിനെ ഹീറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നു. അതിനുശേഷം പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇങ്ങനെയാവുന്നു P2 V2 T. ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി പ്രോസസ് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രഷറും വോളിയവും കൂടി എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ് PV ഡയഗ്രം എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. ഫോർ 1 mole ഓഫ് an ideal gas, we know the equation is PV equal to RT. Before expansion, the condition was P1 V1 equal to RT. After expansion, it is P2 V2 equal to RT. So, we have for an isothermal process, the equation P1 V1 equal to P2 V2. A gas can be heated keeping either its pressure a constant or its volume a constant. Here, in the isothermal process, we consider the work to be pressure into change in volume. Okay? Volume ഒരു ചെറിയ ക്വാണ്ടിറ്റി dV ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് ഡൺ dW ആണെന്നിരിക്കട്ടെ. then dW will be P into dV. ഓക്കെ, ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യുന്നത് V1 ൽ നിന്നും V2ലേക്കാണ്. എക്സ്പാൻഷന് മുമ്പ് വോളിയം V1 ആയിരുന്നു, എക്സ്പാൻഷന് ശേഷം വോളിയം V2 ആണെന്നാണ് എടുക്കുന്നത്. then total work done will be W equal to integral V1 to V2 PdV. We know the ideal gas equation for mu moles of an ideal gas PV equal to mu RT. From this, P equal to mu RT divided by V. Let us substitute the value of P.
which is mu RT divided by V. In the expression W equal to integral V1 to V2 PdV. Then we have W equal to integral V1 to V2 mu RT divided by V into dV. Okay. mu RT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വോളിയം ചേഞ്ച് ചെയ്യുന്ന കേസാണ് എടുക്കുന്നത്. സോ ഇന്റഗ്രേഷന് പുറത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ കൺസിഡർ ചെയ്യേണ്ടത് വോളിയത്തിന്റെ കേസിൽ മാത്രമാണ്. സോ W equal to mu RT into integral V1 to V2 dV divided by V. ഇന്റഗ്രൽ 1 by V dV എന്നാൽ ലോഗ് V ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് V2 ആണ്, ലോവർ ലിമിറ്റ് V1 ആണ്. സോ W will be mu RT into log V2 minus V1. നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമൺ ലോഗരിതം വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നാച്ചുറൽ ലോഗരിതം കൊടുത്തിരിക്കുന്നു. ഓക്കെ. സോ our expression will be W equal to mu RT log V2 minus log V1. log V2 minus log V1 എന്നാൽ log V2 by V1 ആണ്. Okay. So work done during an isothermal process will be obtained as W equal to mu RT log V2 divided by V1. ഇനി ഇത് തന്നെ നമുക്ക് പ്രഷറിന്റെ ടേംസിലും കൊടുക്കാൻ സാധിക്കും. P1 V1 equal to P2 V2 എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ V2 by V1 പകരം P1 by P2 എന്ന് കിട്ടുന്നതാണ്. Then the expression for work done will be W equal to mu RT log P1 divided by P2. Okay. തെർമോഡൈനാമിക് വേരിയബിൾ ആയ വോളിയം കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ. വോളിയത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല. പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇവയെല്ലാം വ്യത്യാസം വരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇന്റേണൽ എനർജി കൂട്ടുന്നതിനും വർക്ക് ഡണിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും ഗ്യാസ് മോളിക്യൂൾസിന്റെ, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആയി, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് PV ഡയഗ്രാം നോക്കാം. PV ഡയഗ്രാം നോക്കുമ്പോൾ പ്രഷറിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ വോളിയം എപ്പോഴും വിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ.